പ്രിയപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മഫലങ്ങൾ അനുഭവേദ്യമാകുന്ന വർഷമായിരിക്കും. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. വളരെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് ഈ വർഷം സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടാനും മുൻകാലങ്ങളിൽ തുടങ്ങിവെച്ച് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുന്നതിനും വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുമുള്ള അവസരമുണ്ടായി വരുന്നതാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ മുടക്കം കൂടാതെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ പരിതസ്ഥിതിയാണ് ഉള്ളത്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രവൃത്തി മേഖല വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അവസരങ്ങൾ നേടുന്നതിനുമുള്ള അവസരമുണ്ടാകുന്നതാണ്. ധാരാളം പുരസ്കാരങ്ങളും ആദരവും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. വിദേശ രാജ്യത്ത് പഠനത്തിനായോ തൊഴിലിനായോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും സാമ്പത്തിക തട്ടിപ്പിന് ഇടയാവാൻ സാധ്യത കാണുന്നതിനാൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകുക. പുതിയ ഗൃഹനിർമ്മാണം, വസ്തുവാങ്ങൽ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ പരിശ്രമത്തിന്റെ തോത് അല്പം കൂടി ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അശ്രദ്ധമായ പ്രവൃത്തികൾ മൂലം ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ധനം ഇരട്ടിപ്പിക്കൽ, ഊഹക്കച്ചവടങ്ങൾ മുതലായവയിൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയും ഉപരിപഠനത്തിനുള്ള അവസരവും ഉണ്ടായി വരുന്നതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ഭക്ഷണവൈകല്യവും ജീവിതചര്യയിലെ പ്രശ്നങ്ങളും മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ സാമാന്യമായൊരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവേദ്യമാകുന്നതിനും ദോഷഫലങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാനകം കഴിപ്പിക്കുന്നതും മഹാവിഷ്ണുവിന് പാൽപായസ സമർപ്പണം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, നാരങ്ങ വിളക്ക് എന്നിവ കഴിപ്പിക്കുന്നതും ശ്രീകൃഷ്ണന് വെണ്ണ നൈവേദ്യം നടത്തുന്നതും അവൽക്കിഴി സമർപ്പിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല സമർപ്പിക്കുന്നതും ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.